ഹായ് എവരി വൺ, വെൽക്കം ടു കേസ് റാങ്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്മാർട്ട് സ്റ്റഡി നോട്ട്സിനെ കുറിച്ചിട്ടാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏതെല്ലാം എക്സാമിനേഷൻ്റെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് എടുക്കാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി സ്മാർട്ട് സ്റ്റഡി നോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലീഗൽ മെട്രോളജി ആയിക്കോട്ടെ, ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ LSGS ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് ബാച്ച് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് സിലബസ് 100% കവർ ചെയ്യുന്ന രൂപത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകൾ കഴിയുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ നോട്ട്സ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ നോട്ട്സ് വരുന്നത്. അത് നോട്ട്സ് കണ്ടിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നത് കറൻ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നുണ്ട്. ഈ രണ്ട് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലോ മലയാളത്തിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് കൂടുതൽ ആൾക്കാർക്കും നോട്ട് വേണ്ടത് ഒരുപക്ഷെ മലയാളത്തിലായിരിക്കാം. മാക്സിമം നമ്മൾ മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ നോട്ട്സും ഒരുമിച്ചായിരിക്കില്ല, ഓരോ ദിവസമായിരിക്കും. കാരണം ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നോട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് കാര്യം മാത്രം നിങ്ങളൊന്ന് ചെയ്യുക. ഒന്നാമത്തത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ചാനലിലായിരിക്കും ഈ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനലും കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ നോട്ട്സുകളെ കുറിച്ചിട്ടും ക്ലാസ്സുകളെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ KS റാങ്കറിൻ്റെ ടെലഗ്രാം ചാനൽ, ജസ്റ്റ് ടെലഗ്രാം എടുത്ത് KS റാങ്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ടെലഗ്രാം ചാനലിലൂടെ തന്നെയായിരിക്കും ഈ നോട്ട്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക്, അതും ഓരോ ദിവസമായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഓരോ ദിവസം നമ്മളത് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കാവുന്ന ദ ബെസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എസ്പെഷ്യലി ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ഇപ്പം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ്, ഇത് രണ്ടുമാണ് ഇപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും എക്സാമുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മാക്സിമം നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി റെഗുലർ ബാച്ച് വരുന്നുണ്ട്, നമ്മുടെ മെയിൻസിന് വേണ്ടിയിട്ടാണ്. ഡിഗ്രി മെയിൻസ് റെഗുലർ ബാച്ച് വരുന്നുണ്ട്, 899 രൂപയാണ് വരുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടും അവിടെ കവർ ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് അടക്കം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിനും കൂടെ വരുന്നത് 899 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് വരുന്നുണ്ട്, അതിന് 899 രൂപയാണ്. എക്സാം സെപ്റ്റംബർ 5-നാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചു പോകണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ലീഗൽ മെട്രോളജിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അടുത്തത് ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. 1400 രൂപയാണ് ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ചിന് വരുന്നത്. അപ്പോൾ ഡിഗ്രി റെഗുലർ ബാച്ചിൽ നിന്ന് അധികമായിട്ട് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡിഗ്രി റെഗുലർ ബാച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ മൊഡ്യൂൾ കഴിയുന്ന സമയത്തും ടെസ്റ്റ് സീരീസ് വരുന്നുണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന ഡിഗ്രി റെഗുലർ ബാച്ചിലെ അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് മതി എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരുന്നുണ്ട്. അതായത് മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് മാത്രമാണെങ്കിൽ 399 രൂപയ്ക്ക് നിങ്ങൾക്ക് മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രം പർച്ചേസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കും വരുന്നത്. മൊഡ്യൂൾ വൈസ് ടെസ്റ്റും ഫുൾ ലെങ്ത് ടെസ്റ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ടെസ്റ്റുകളും ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ ഡെയിലി ടെസ്റ്റുകളും ഇതിൽ വരുന്നുണ്ട്. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം നിങ്ങൾക്ക് ഓരോ ദിവസവും കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് MEM ഡെയിലി വരുന്നുണ്ട്. ഓക്കെ, MEM ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് MEMൻ്റെ കോഴ്സ് വരുന്നുണ്ട്. അതിന് 100 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, 100 രൂപ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസം MEM കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാനുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും, അതായത് ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം കുറച്ചായിട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി ഇത് കൂടാതെ LSGSൻ്റെ റെഗുലർ ബാച്ച് നമ്മളിപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. LSGSൻ്റെ റെഗുലർ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം LSGS വരുന്ന സമയത്ത് 2 പേപ്പർ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് 1499 രൂപയാണ്. ഇതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം രണ്ടും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. പ്രിലിംസ് പ്ലസ് മെയിൻസ് കവർ ചെയ്യുന്ന പേപ്പർ 1ഉം പേപ്പർ 2ഉം കവർ ചെയ്യുന്നതാണ് 1499 രൂപ. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ് സാധാരണ ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡൻസ് ക്ലാസ്സുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ LSGS റെഗുലർ ബാച്ച് 1499 ആണ് വരുന്നത്. LSGSൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നത് 1999 രൂപ മാത്രമാണ് വരുന്നത്. ഇനി അതുകൂടാതെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 899 രൂപയാണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ കേസ് കൂടെ ഞാൻ പറയാം. അത് LSGSൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓൾറെഡി പേപ്പർ 1ൻ്റെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ലഭിക്കുന്നുണ്ടായിരിക്കും. പേപ്പർ 2 ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 1-നായിരിക്കും. ഓക്കെ, നവംബർ 1 മുതൽ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് പേപ്പർ 1 ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഡിഗ്രി മെയിൻസ് ബാച്ചിലേക്കും അല്ലെങ്കിൽ മെയിൻസ് റെഗുലർ ബാച്ചിലും മെൻറ്റർഷിപ്പ് ബാച്ചിലും പറഞ്ഞ പോലെ അവിടെ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് ഉണ്ടായിരിക്കും. വീഡിയോ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ മൊഡ്യൂൾ വൈസ് ടെസ്റ്റുകൾ എടുക്കാൻ പറ്റും. ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. LSGS ബാച്ചിലേക്ക് വരുന്ന സമയത്ത് പേപ്പർ 2 നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും നോട്ടുകൾ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, മലയാളത്തിലും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഉറപ്പ് പറയുന്നില്ല. കാരണം അത്രയും മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ളൊരു ബേർഡൻ കൊണ്ടാണ് മാക്സിമം മലയാളത്തിലും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പറയുന്ന രൂപത്തിലേക്ക് ഇംഗ്ലീഷിലുള്ള നോട്ടുകളായിരിക്കും. ആ നോട്ടുകൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി, അതായത് ഈ മാസം കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ജൂലൈ 1 മുതൽ തന്നെ, ഓക്കെ, ജൂലൈ 1 മുതൽ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ ലഭിച്ചു തുടങ്ങും. പേപ്പർ 2ൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. പേപ്പർ 2ൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നവംബർ 1 മുതലായിരിക്കും ആരംഭിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ സെപ്റ്റംബർ മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ് മെയിൻസ് സെപ്റ്റംബർ മാസത്തിലുമില്ല, ഒക്ടോബർ മാസത്തിൽ മാത്രമാണ് ഈ 2 എക്സാമുകളും വരാൻ സാധ്യതയുള്ളത്. നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ 90-ലധികം ദിവസം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിലബസ് 2 എക്സാമിനേഷന് വേണ്ടിയിട്ടും തറവായിട്ട് പഠിച്ചെടുക്കാനുള്ള സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒക്ടോബറിലാണ് എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 90 ദിവസത്തിലധികം വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഒരു 4-5 മണിക്കൂർ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി മീൻസ് ഇപ്പോഴും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഫോക്കസ്, അതായത് ഇപ്പോൾ നമ്മൾ കറൻ്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി റെഗുലർ ബാച്ച്, ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ച്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, ഈ 3 കോഴ്സിലാണ്. ആ കോഴ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, LSGS റെഗുലർ ബാച്ചിലേക്കും LSGS മെൻറ്റർഷിപ്പ് ബാച്ചിലേക്കും ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെയും ലൈവ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, ലൈവ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് LSGSലേക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. തീർച്ചയായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പേപ്പർ 2ൻ്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടുകൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ബാച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നത്. ഏകദേശം 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു 50 മാർക്കിൻ്റെ കംപ്ലീറ്റ് സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് ഈ ഒരു ബാച്ചിൽ, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇനി ആസ് എ കോംപ്ലിമെൻറ്റ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുന്നവർക്ക് ടെസ്റ്റ് സീരീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്നതിൻ്റെ ടെസ്റ്റ് സീരീസും കൂടെ ആസ് എ കോംപ്ലിമെൻറ്റ് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് PYQ പ്രിലിംസ് ആൻഡ് മെയിൻസ് റിവിഷൻ ബാച്ച് വരുന്നുണ്ട്. അതിൽ പ്രിലിംസിലും മെയിൻസിലും വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. 599 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ വരുന്നുണ്ട്. നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ പ്രസ്റ്റീജിയസ് ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കട്ട് ഓഫ് വളരെയധികം കൂടുതലായിരിക്കും. ഒരു 60+ ഉള്ളവരൊക്കെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആ ബാച്ചിലേക്ക് അല്ലെങ്കിൽ അതിലെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നത്. അതിന് 999 രൂപയാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഡിഗ്രി ലോങ് ടേം ബാച്ച് വരുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇല്ലാതെ നമ്മുടെ ഡിഗ്രിയുടെ ജനറൽ ആയിട്ട് വരുന്ന പ്രിലിംസ് പ്ലസ് മെയിൻസ് സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്ന 2 ബാച്ച് വരുന്നുണ്ട്. അതാണ് ഡിഗ്രി ലോങ് ടേം ബാച്ചും അതുപോലെ തന്നെ ഡിഗ്രി ലോങ് ടേം മെൻറ്റർഷിപ്പ് ബാച്ചും വരുന്നുണ്ട്.
ഇനി ഇത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും കോച്ചിങ്ങോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പനി ബോർഡിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ മെയിൻസിന് അധികമായിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡിൻ്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക് ബാച്ചും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കമ്പനി ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിന് 499 രൂപ മാത്രമേ വരുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 599 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ കമ്പനി ബോർഡിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ഗവേണൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, എക്കണോമിക്സ് പോലെയുള്ള ഭാഗങ്ങൾ അവിടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ പോളിസി, എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ എക്സ്ട്രാ ഭാഗങ്ങളും കൂടെ, ആ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. കമ്പനി ബോർഡിൽ പറഞ്ഞ ആ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഭാഗങ്ങളും പ്ലസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ആ ഭാഗങ്ങളും നമ്മൾ ഈ പറയുന്ന 599 രൂപയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ചിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പഠനത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുകൾ ചൂസ് ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ബട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള നോട്ട്സും ടെസ്റ്റും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ KS റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ 8281694495 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്, അതിലെങ്ങനെ ജോയിൻ ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. 8281694495 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് ഒന്ന് അയച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് എക്സാമിനേഷൻ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് അക്കോർഡിംഗ്ലി ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. 100%. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സാധാരണ എൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അതുകൊണ്ട് നോട്ടുകളുടെ കേസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ 100% ആയിരിക്കണം എന്നുള്ളൊരിത് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നോട്ടായിരിക്കും, അതിന് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഏറ്റവും ബെസ്റ്റ് നോട്ടുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു 100% നോട്ടുകളുടെ കേസ് മാത്രമല്ല, ക്ലാസ്സുകൾ വരുന്ന ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് 100% അഷ്വേർഡ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നോട്ടുകൾ ഇനി ഓരോ ദിവസം ലഭിക്കുന്നുണ്ടായിരിക്കും, ഓരോ ഭാഗങ്ങളായിട്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെയും അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും ഓരോ ദിവസം ആൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും നോട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്സ്. കാരണം ഈ രണ്ട് കോഴ്സുകളുടെയും സ്പെഷ്യൽ ടോപ്പിക് നോട്ട്സ് അങ്ങനെ അധികം അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം സ്റ്റുഡൻസിൻ്റെ ആ ഒരു റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 2 എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് ഇതുപോലെ കോംപ്രിഹെൻസീവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും മാക്സിമം ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. കാരണം അവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നോട്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദ ബെസ്റ്റ് നോട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്, വിഷ് യു എവരിവൺ സക്സസ്.